എന്താ എന്താ അടി തുടങ്ങിയ എന്തോന്ന് അടി അടിയില്ലേ? ഇല്ല, ഷാനവാസിന്റെ അനീഷിന്റെ ഒക്കെ ഫാമിലിയൊക്കെ വന്ന്. അത് ശരി. ഇപ്പൊ അങ്ങനെ ഇന്നലെ നിങ്ങളല്ലേ പറഞ്ഞു പൊരിഞ്ഞടിയാ? ഞാൻ പൊരിഞ്ഞടിയാന്ന് പറയാൻ ബിഗ് ബോസ് എന്റെ കൊച്ചാപ്പാടെ മോനാന്നാ ഞാൻ പറയുന്ന കണക്കെല്ലാം നടക്കാൻ. ആ ഇപ്പൊ അങ്ങനെ എടാ, അനീഷിന്റെ അനിയനാണെങ്കിൽ നിന്നെക്കാളും വലിയ അക്ബറിനെക്കാളും വലിയ ഒരാള്, നല്ല സൗന്ദര്യമുള്ള, നിന്നെക്കാളും സൗന്ദര്യമുള്ള. മനസ്സിലായ അനീഷിമാരെയൊക്കെ പുല്ലുവല ആണെന്ന് എന്താന്ന്? ആ അനീഷ് നല്ല ഇതോടെ ആചാര ബാബുവിനെ കണക്കൊരു അനിയൻ വീട്ടിൽ തന്നെ. അനിയൻ വീട്ടിൽ തന്നെ ഉണ്ട്. അതല്ലേ അനീഷ് എന്തൊരു സ്മാർട്ടാ. അവരൊക്കെ വന്നിട്ട് അവരൊക്കെ വന്നിട്ട് പോയി. അതുമല്ല ബിഗ് ബോസ് 7ന്റെ പണി എന്ന് പറഞ്ഞ 7ന്റെ പണിയാ കൊടുത്തത്. ഇപ്പൊ നടക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്ത നോമിനേഷൻ തെരഞ്ഞെടുപ്പ് എല്ലാത്തിനും പുറത്താക്കാനുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികൾ നടക്കുക. അപ്പൊ ഈ ആഴ്ച അടിയൊന്നും ഇല്ലല്ലോ? നിങ്ങൾക്ക് പറയാനൊരു സംഭവം ഇല്ല? അടിയില്ല. ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ 1.5 മിനിറ്റ് വീഡിയോ പോരാ, 3 മിനിറ്റെങ്കിലും ഉള്ള വീഡിയോ നിങ്ങൾ ഇടണമെന്നാ പറയുന്നത്. അത് ലാലേട്ടൻ 2 ദിവസം പറയുന്ന കാര്യം ഞാൻ ഇരുന്ന് ഒരാഴ്ച 7 ദിവസം ഇരുന്ന് പറയുന്നത്. അതാ മെയിൻ വിഷയങ്ങൾ മാത്രമേ. പിന്നെ ഞാൻ വേറെന്താ പറയണം? വീട്ടിൽ മീൻ കറി വെച്ച്, ചോറ് വെച്ച്, മീൻ പൊരിച്ച്, ഈ ചെറുക്കൻ മീൻ പിന്നെ പൊരിച്ചത് മാത്രമേ തിന്നു, ബാക്കിയെല്ലാം ഞാൻ തന്നെ തിന്നു തീർക്കണം. അത് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യമല്ല, ഇതിലെ കാര്യം. അപ്പോഴാളുകൾ ഇരുന്ന് പറയാൻ നിങ്ങൾ മതിയാക്കിയിട്ട് എണീച്ച് പോതള്ളേ എന്ന് പറയാൻ. ജനങ്ങൾ മടുക്കുമ്പോ അങ്ങനെ പറയത്തില്ലേ? ജനങ്ങൾ നിങ്ങൾ മടുക്കുന്നില്ലെന്ന് ജനങ്ങളാണ് പറഞ്ഞത്. ഇത് ഇങ്ങനെ എടുത്തിട്ട് ബിഗ് ബോസ് കഴിയുമ്പോ ഉമ്മായ ചെറിയ ചെറിയ വീഡിയോസിൽ കൊണ്ടുവരണം. അല്ല, അത് ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ ചെയ്യുമെന്ന് പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞുതരാം. പിന്നെ എന്താ എന്താ അടി തുടങ്ങിയ എന്തോന്ന്